നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഏകദേശം LGS നിലവാരത്തിലുള്ള ഒരു എക്സാം ആയിരുന്നേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ LDC, LGS ഏത് എക്സാം ആയാലും ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം ജനറൽ PSCക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കീയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏതാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഇവിടെ തന്നിരിക്കുന്നതിൽ തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ടത് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് എന്നിവരാണ്. ഓപ്ഷൻ സി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ മാസം 26 നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ്? എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പയ്യന്നൂരിൽ കേളപ്പനാണ് നേതൃത്വം നൽകിയത്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏത്? ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA യിൽ ചേർന്ന മലയാളി ആര്? വക്കം അബ്ദുൾ ഖാദർ ആണ്. വക്കം അബ്ദുൾ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. സ്പെയിൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? BP മേനോനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? ശക്തികാന്ത ദാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരി നദിയുടെ പോഷക നദി കബനി. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ചാലക്കുടി പുഴയിലാണ്.
അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ് വരേണ്ടത്. PSC ഏറ്റവും വലുത് കൊടുത്തു. ഇരവികുളമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫൈനൽ കീ വരുമ്പോഴത്തേക്ക് മാറിക്കോളും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലുത് ശാസ്താംകോട്ട കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏത്? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 വയലാർ അവാർഡ് നേടി ജീവിതം ഒരു പെന്നുലം എന്ന കൃതി രചിച്ചത് ആര്? ജീവിതം ഒരു പെന്നുലം ശ്രീകുമാരൻ തമ്പി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏത്? കോഴിക്കോടാണ്. കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലാണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധപ്പെട്ടത് പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. വിക്ഷേപണ വാഹനം LV-M3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏത്? എന്റെ വഴിത്തിരിവ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു. അമിതാഭ് കാന്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആദം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകൾ 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. എല്ലാം ശരി. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മാംസ്യം, പ്രോട്ടീൻ, കോഷിയോർക്കർ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലന്റ് വാലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? സങ്കര ഇനം തെങ്ങ് ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫിലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിയാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് 5 pH ഉള്ള മണ്ണിലാണ്. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. തെറ്റായി രേഖപ്പെടുത്തിയത് B ആണ്. ഇരുമ്പ് ക്രയോലൈറ്റ്, അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പർ കുപ്രൈറ്റ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്. ഇവിടെ പ്രോട്ടോൺ കണ്ടെത്തിയ ഹെൻറി മോസ്ലി എന്ന് വന്നിട്ടുണ്ട്. അത് തെറ്റ്. ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4-മത്തെയാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ.
അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? സമതല ദർപ്പണത്തെ സംബന്ധിച്ച് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ സൗരനിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ജോൺ ഫോസെ നോർവേക്കാരനാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏത്? മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരൾ. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്തത് CT സ്കാൻ. ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂരാണ്. തൃശൂർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗമല്ലാത്തത് തൊണ്ടമുള്ള്. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏത്? യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്ന്? സാമൂഹ്യ സുരക്ഷാ മിഷൻ 2008. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏത്? സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം ജൂലൈ മാസം 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടേത് മൻസുഖ് മാണ്ഡവ്യ. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? 1.01. മാർച്ച് 1 തിങ്കളാഴ്ചയായാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? 5. 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? അടുത്ത സംഖ്യ 15. 25 മുൻപ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? എത്ര അഭാജ്യ സംഖ്യ? 9. റൂട്ട് ഓഫ് 0.0049 എത്രയാണ്? ഉത്തരം 0.07. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 380 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? 40 സെക്കൻഡ്. മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? 17. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? 4. 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? 48. 38, 45, 207, 389. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ 38. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്രയാണ്? ലാഭം 1 രൂപ. 5 സംഖ്യകളുടെ ശരാശരി 41. 35 എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര? പുതിയ ശരാശരി 40. 485.012 into 100ന്റെ വാല്യൂ എന്താണ്? 48501.2. ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണും? 5ാമത്തെ ചിത്രത്തിൽ 16 വരകൾ കാണും. ABCDE എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാമായിരിക്കും? ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ബിയും ഇയും. 15/18 -30. ഈ ഡാഷിന്റെ അവിടെ വരുന്ന സംഖ്യ ഏതാ? 25. 5 കിലോ ഗോതമ്പിന് 91.50 രൂപ ആകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? ഉത്തരം 10. 5 into 21 minus 7 plus 7 into 2 is equal to വാല്യൂ 84. അടുത്ത ചോദ്യം, 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഉത്തരം 60.
3/13 ഡിവൈഡ് ബൈ 4/26 ഈസ് ഈക്വൽ ടു ഉത്തരം 3/2 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. LGS നിലവാരത്തിലുള്ള എക്സാം ആയിരുന്നു. 80 GK സയൻസ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ബാക്കി 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും. അപ്പൊ ഈ ആൻസർ കീ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി അത് ചലഞ്ച് ചെയ്യാവുന്നതാണ് റെഫറൻസും ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.